ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ശ്രദ്ധയോടെ മനസ്സിലാക്കി അവയനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശ്രദ്ധിക്കണം. പല നിലക്കുള്ള തിരക്കുകൾക്കിടയിൽ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഈ കാര്യം അവഗണിക്കപ്പെടാനിട വരരുത്. ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങളും ബന്ധങ്ങളും കൊള്ളക്കൊടുക്കകളും സംസാരങ്ങളുമൊക്കെ അന്നന്ന് ഒരു ചെറിയ പരിശോധനക്ക് വിധേയമാക്കാൻ കഴിയുമെങ്കിൽ പാകപ്പിഴവുകൾ കണ്ടെത്താനും ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനും അതുവഴി സാധ്യമായി എന്ന് വരാം. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളമു അൻഫുസഹും ദക്കറുല്ലാഹ വസ്തഗ്ഫിറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറു അലാ മാ ഫഅലു എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം ഈ തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. വലം യുസിറു അലാ മാ ഫഅലു, അവർ പിണഞ്ഞുപോയതിന്റെ പേരിൽ, അല്ലെങ്കിൽ പ്രവർത്തിച്ചു പോയതിന്റെ പേരിൽ, അല്ലെങ്കിൽ പറഞ്ഞുപോയതിന്റെ പേരിൽ അതിന്മേൽ നങ്കൂരമിട്ട് ന്യായങ്ങൾ ഉണ്ടാക്കുകയില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. ഇതാണ് തഖ്വയുടെ തേട്ടം. യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടുവാൻ സർവശക്തൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. തഖ്വയുടെ താൽപര്യത്തിന് വിരുദ്ധമായി നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തായാലും അതൊക്കെ റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. നമ്മുടെ രാജ്യം ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് തകൃതിയായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 79 വർഷം പൂർത്തിയായി. 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് പരമ്പരാഗതമായ ആവേശത്തോടുകൂടി എല്ലാ തലങ്ങളിലും നടക്കുന്നത്. ഒരു രാജ്യം വേറൊരു രാജ്യത്തിന്റെ കീഴിൽ അകപ്പെടുക, എന്നിട്ട് ആ രാജ്യത്തിലെ മനുഷ്യരുടെ ജന്മസിദ്ധമായ അവകാശങ്ങൾ, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അവരുടെ വിഭവങ്ങൾ, അവരുടെ സംസ്കാരം, അവരുടെ ആചാരങ്ങൾ എന്നിവയൊക്കെ ആ അധിനിവേശ ശക്തിയുടെ ഇഷ്ടമനുസരിച്ചാക്കി മാറ്റുക. ഇത് ഒരു നിലക്കും ന്യായീകരിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ ന്യായീകരിക്കപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആ നിലക്ക് ഈ അവസ്ഥക്കാണ് അടിമത്വം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ അതിന്റെ വിപരീത പദം പാരതന്ത്ര്യം അല്ലെങ്കിൽ അടിമത്വം എന്നതെന്താണ് എന്നാലോചിച്ചാൽ മതി. അപ്പൊ നേരത്തെ പറഞ്ഞ ഈ അവസ്ഥക്കാണ് അടിമത്വം എന്ന് പറയുന്നത്. അടിമത്വവുമായി രാജിയാകാൻ ഒരു വിശ്വാസിക്കൊരിക്കലും സാധ്യമല്ല. ആ നിലക്ക് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതേണ്ടത് നമ്മുടെ ഈമാനികമായ ബാധ്യതയാണ്. സ്വാതന്ത്ര്യം ലഭ്യമായാൽ അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് അതിൻ്റെതായ സ്വഭാവത്തിൽ സന്തോഷവും ആഘോഷവുമൊക്കെ ആക്കുന്നതും സ്വാഭാവികമായും അതിന്റെ ഭാഗമാണ്. അതൊന്നും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങളല്ല. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ ഈ പ്രസ്താവനയെക്കുറിച്ച് നിങ്ങൾ അല്പം കൂടി ശാന്തമായി ഇരുന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു രാജ്യത്തിന്റെ മേൽ വേറെ ഒരു രാജ്യം വന്ന് ആധിപത്യം സ്ഥാപിക്കുകയും അവരുടെ ഹിതം ഇവിടെ നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഈ നാട്ടുകാർക്ക് അവരുടേതായ ഒരു ആവിഷ്കാരത്തിനും അനുവാദമില്ലാതെ പോകുന്നു. ഇതാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് നമ്മെ കോളനിയാക്കി മാറ്റിയപ്പോൾ സംഭവിച്ചത്. അപ്പൊ ഈ സ്ഥിതിവിശേഷം തീർച്ചയായും അടിമത്വമാണ്. ഈ സ്ഥിതിവിശേഷത്തിന് അറുതി വരുത്തുമ്പോൾ അത് സ്വാതന്ത്ര്യവുമാണ്. ഇത്രയും നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ
ഇതേ തത്വം വെച്ചുകൊണ്ട് ഒരേപോലെ ജനനത്തിലും മരണത്തിലും മറ്റെല്ലാ കാര്യത്തിലും തുല്യരായ മനുഷ്യരിൽ ചില ആളുകളുടെ മേലെ ആധിപത്യം വാഴുന്നു. എന്നിട്ട് അവരുടെ ഹിതം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. ഇവർക്ക് ഇവരുടെ അവകാശങ്ങളോ ഇവരുടെ സംസ്കാരമോ സംരക്ഷിക്കാനും ആചരിക്കാനും അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനും അനുവാദമില്ലാതാകുന്നു. അതും സ്വാതന്ത്ര്യ നിഷേധമല്ലേ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഒരു രാഷ്ട്രം വേറൊരു രാഷ്ട്രത്തിന്റെ മേൽ ആധിപത്യം വാഴുന്നത് തെറ്റാണെങ്കിൽ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ കുറെ മനുഷ്യർ വേറെ കുറെ ആളുകളുടെ മേൽ ആധിപത്യം വാഴുന്നതും തെറ്റാണ്. നമുക്ക് ഏറ്റവും സുപരിചിതമായ, നമ്മുടെ മുമ്പിൽ അറിയുന്നതിൽ ഏറ്റവും സുപരിചിതമായ ഏറെക്കുറെ മനുഷ്യപ്പറ്റുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നടപടിക്രമമാണ് ജനാധിപത്യം. ഞാൻ അതിന്റെ ആശയ തലത്തിലേക്ക് ഈ കുറഞ്ഞ നേരത്തെ സംസാരത്തിൽ കടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സൂചന ഇവിടെ പറയുന്നത്. നിങ്ങൾ പിന്നീട് അതേപ്പറ്റി ശാന്തമായി ആലോചിക്കണം. അതായത് ജനാധിപത്യം എന്ന് കേൾക്കുമ്പോൾ അത് ജനഹിതത്തിന്റെ ആവിഷ്കാരമാണ്. തത്വത്തിൽ അത് ജനഹിതത്തിന്റെ ആവിഷ്കാരമാണെങ്കിലും പ്രയോഗത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനപ്രതിനിധികൾ ഉണ്ടാവുകയും ആ ജനപ്രതിനിധികളിൽ നിന്ന് ചില കൈകാര്യകർത്താക്കൾ വരികയും ചെയ്താൽ ആ കൈകാര്യകർത്താക്കളുടെ ഹിതം നടപ്പിലാക്കുക എന്നതായി മാറുന്നില്ലേ എന്നാലോചിക്കേണ്ടതാണ്. അത് അപ്പോ നമ്മളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം, വിദേശികളിൽ നിന്ന് സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു. പക്ഷെ സ്വാതന്ത്ര്യം എന്ന ആശയം വെച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ എപ്പോഴാണ് പൂർണ്ണമായും സ്വാതന്ത്ര്യം നേടുന്നത്? മനുഷ്യൻ എപ്പോഴാണ് പൂർണ്ണമായും സ്വാതന്ത്ര്യം നേടുന്നത് എന്ന ചോദ്യത്തിന്, തന്റെ സഹപ്രവർത്തകരായ ജയിൽവാസികളുടെ ചോദ്യത്തിന് യൂസുഫ് നബി അലൈഹിസ്സലാം നൽകിയ മറുപടിയിൽ അതുണ്ട്. അത് പക്ഷേ വിസ്തരിക്കാൻ ഇപ്പോ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്താൻ പ്രയാസമുണ്ട്. യാ സാഹിബൈ സിജ്നി അർബാബുൻ മുതഫരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. ജയിൽവാസികളോട് അദ്ദേഹത്തിന്റെ ചോദ്യം അതാണ്. അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടാണ് തന്റെ പ്രബോധനം ആരംഭിക്കുന്നത്. ജയിൽവാസികളെ, പല യജമാനന്മാരാണോ എല്ലാത്തിനും മേലെ ഒരൊറ്റ യജമാനനാണോ? ഏതാണ് ഏറ്റവും നല്ലത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അവരോട് പറയണം, ഒരുപാട് യജമാനന്മാർക്ക് ദാസ്യവേല ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യാൻ നിർബന്ധിതമായ ആ ആളുകളോട് ഈ പ്രവാചകന്റെ ചോദ്യമാണ്, ഒരൊറ്റ യജമാനൻ. ആർക്കെങ്കിലും ഒരു മനുഷ്യൻ വഴിപ്പെടേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ ജനനവും നമ്മുടെ മരണവും നമ്മുടെ അവയവങ്ങളുടെ ഉപയോഗവും ആർക്ക് വഴിപ്പെട്ടിരിക്കുന്നോ അവന് വഴിപ്പെടലാണ് അന്തസ്സ്. ഇതാണ് ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യത്തിന്റെ കാഴ്ചപ്പാടിന്റെ മർമ്മം എന്ന് മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ. അതായത് മനുഷ്യൻ എല്ലാവരും തുല്യരാണ്, ഒരു വ്യത്യാസമില്ല. അപ്പൊ പിന്നെ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരിൽ നിന്ന് തന്നെ ചിലർ അവസാന വാക്കാകുന്നതിന് പകരം മനുഷ്യന്റെ ജീവിതം മൊത്തം ആരയച്ചപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്? ആരാണ് നമ്മുടെ ആകാര സ്വഭാവ വൈശിഷ്ട്യങ്ങൾ തീരുമാനിച്ചത്? ആരാണ് നമ്മുടെ കണ്ണിനും കാതിനും കൽബിനും മറ്റവയവങ്ങൾക്കും പ്രവർത്തനക്ഷമത നൽകിയത്? ആര് തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് മരിക്കാൻ പോലും ഒഴിവില്ലാത്ത തിരക്കിനിടക്ക് മരണത്തിന് നീണ്ടു നിവർന്ന് കിടന്നു കൊടുക്കേണ്ടി വരുന്നത്? ഇത്രയും കാര്യങ്ങൾ ആരുടെ കയ്യിലാണോ അവന്റെ കയ്യിലാവണം മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ച അവസാന വാക്ക് പറയാനുള്ള അധികാരം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ആശയം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇസ്ലാമിന് അടിമത്വവുമായി രാജിയാകാൻ കഴിയില്ല. ഇസ്ലാം മനുഷ്യന്റെ പരിപൂർണമായ സ്വാതന്ത്ര്യം. അല്ലാമ ഇക്ബാൽ പറഞ്ഞതുപോലെ ഒരൊറ്റ സുജൂദ്, ഏക് സജദ ജിസേ തൂ ഗിരാൻ സമജ്താ ഹേ. ഒരൊറ്റ സുജൂദ്, അത് നിങ്ങൾ ഭാരമായിട്ട് കാണുന്നു. ആയിരക്കണക്കിന് സുജൂദുകളിൽ നിന്ന് അത് നിന്നെ രക്ഷപ്പെടുത്തും. ഈ ഒരു വശം അത്രേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇസ്ലാമിക സങ്കല്പത്തിൽ വളരെ പ്രസക്തമായ, നമ്മുടെ ആദർശത്തിന്റെ തന്നെ തനിമയുമായി നേർക്കുനേരെ ചേർന്ന് നിൽക്കുന്ന ഒരാശയമാണ്. ഒരല്പം കൂടി നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ രാജ്യം ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു 70 കൊല്ലം സ്വാതന്ത്ര്യത്തിന്റെ വഴിയെ സഞ്ചരിച്ചു. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പല നിലക്ക് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു ജനതയ്ക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജനതയ്ക്ക് സ്വാതന്ത്ര്യം അനുഭവപ്പെടണമെങ്കിൽ
ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ കുറേശ്ശെ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്ത്, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, നമ്മൾ ഈ കാണുന്ന ലോകത്ത് ആ 3 കാര്യങ്ങളുടെ വില എന്താണ്? നമ്മൾ പ്രതിനിധീകരിക്കുന്ന ദീനിൽ ആ 3 കാര്യങ്ങളുടെ സ്ഥാനം എന്താണ്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ വൈജ്ഞാനിക ശേഷി, അറിവിന്റെ തോതനുസരിച്ച് അതേ സംബന്ധിച്ച് ചിന്തിക്കാവുന്നതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, മനുഷ്യന് സ്വാതന്ത്ര്യം ലഭ്യമായി ആ സ്വാതന്ത്ര്യം അവർക്ക് അനുഭവപ്പെടണമെങ്കിൽ അവർക്കുണ്ടാവേണ്ട ഒന്നാമത്തെ കാര്യം സമാധാനമാണ്. സമാധാനം എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്റെ മനസ്സിന്റെ സമാധാനമാണ് ഏറ്റവും വലുത്. ഞാനിവിടെ സുരക്ഷിതനാണ് എന്ന ബോധത്തിൽ നിന്നാണ് സമാധാനം ഉണ്ടാകുന്നത്. എന്റെ ധനം സുരക്ഷിതമാണ്, എന്റെ ജീവൻ സുരക്ഷിതമാണ്, എന്റെ അഭിമാനം സുരക്ഷിതമാണ്. ഇത് 3ഉം വളരെ പ്രധാനമാണ്. അറഫയിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ലേ? അനുചരന്മാരോട് വളരെ ആധുനികമായിട്ട് ആളുകൾ ആവിഷ്കരിച്ചെടുത്ത കമ്മ്യൂണിക്കേഷന്റെ ശൈലിയെയും വെല്ലുന്ന ശൈലിയിലാണ് പ്രവാചകന്റെ ചോദ്യം. ഇതേതാണ് നാട്, ഇതേതാണ് ദിനം, ഇതേതാണ് സ്ഥലം? ഓരോന്നിനും അവരെ കൊണ്ട് മറുപടി പറയിപ്പിച്ചിട്ട്, എന്നാൽ നിങ്ങൾ അറിയുക, നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ജനവും നിങ്ങളുടെ സമ്പത്തും ഈ പ്രദേശത്തിന്റെ പവിത്രത പോലെ, ഈ രാജ്യത്തിന്റെ പവിത്രത പോലെ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ പവിത്രമാണ് എന്നവിടെ നിന്ന് അലംഘനീയമായ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. മനുഷ്യന് മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ എന്റെ ജീവൻ സുരക്ഷിതമാണ്. ഏതോ ഒരു വിശ്വാസാചാരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ലക്ഷണങ്ങളുള്ള വേഷം ധരിച്ചിട്ട് പുറത്തിറങ്ങി നടന്നാൽ എവിടെ വെച്ചും ആരും എപ്പോ വേണമെങ്കിലും തല്ലിക്കൊല്ലാം എന്ന അനുഭവപ്പെടുന്ന ഒരു നാട്ടിൽ മനുഷ്യർക്ക് എങ്ങനെ സമാധാനം കിട്ടാനാണ്? മനുഷ്യന്റെ ജീവന്റെ വില വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. മനുഷ്യന്റെ ജീവന് ഒട്ടും വില കൽപ്പിക്കാത്ത ഒരു നാഗരികതയിലും ഒരു സംസ്കാരത്തിലുമാണ് ഇന്ന് ലോകം എത്തി നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു രാജ്യത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, മൊത്തം ലോകത്ത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹം ഖലീഫയായിരിക്കെ സന്ന എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ഒരു സ്ത്രീയും കുറച്ച് പുരുഷന്മാരും കൂടി, 3-4 പുരുഷന്മാരും കൂടി ഒരു കുട്ടിയെ, അവരുടെ അവിഹിത ബന്ധത്തിന് ഈ കുട്ടി തടസ്സമാണ് എന്ന് കരുതിയിട്ട് ആ കുട്ടിയെ കൊന്നുകളഞ്ഞു. കേസ് ഇസ്ലാമിക ഗവൺമെന്റിന്റെ മുമ്പിൽ വന്നു. എന്നിട്ട് ഇസ്ലാമിക ഗവൺമെന്റ്, ആ കോടതി അതിനെക്കുറിച്ച് പരിശോധിച്ചു, അതിന്റെ തെളിവുകൾ ശേഖരിച്ചു. നീതിന്യായ വ്യവസ്ഥ അതിന്റെ വഴിക്ക് മുറപ്രകാരം പ്രവർത്തിച്ചു. അപ്പോ മനസ്സിലായി, ഈ നിരപരാധിയായ കുഞ്ഞിന്റെ കൊലയുടെ പിന്നിൽ ഇത്രയും ആളുകളുണ്ട്. അത്രയും ആളുകൾക്ക് വധശിക്ഷ നടപ്പിലാക്കിയതിനു ശേഷം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സൻഅ എന്ന് പറയുന്ന പ്രദേശത്തെ മുഴുവൻ മനുഷ്യരും ഈ നിരപരാധിയായ കുട്ടിയുടെ കൊലയുടെ കാര്യത്തിൽ പങ്കാളികളായിരുന്നുവെങ്കിൽ ഈ പ്രദേശം തന്നെ ഞാൻ ജനശൂന്യമാക്കുമായിരുന്നു എന്ന്. മനുഷ്യന്റെ ജീവന്റെ വില അതാണ്. മനുഷ്യന്റെ ജീവന് ഒട്ടും വില കൽപ്പിക്കാത്ത ഒരു നാഗരികതയും ഒരു സംസ്കാരത്തിലും നിന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് ഒരുപാട് പരിമിതിയുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ബ്രിട്ടീഷുകാരൻ പോയി, അത്രയും നല്ലത്, അത് ആഘോഷിക്കുന്നു, അത് അതിന്റെ അർത്ഥത്തിൽ സ്വീകാര്യം. പക്ഷെ അവിടെ തീരുന്നതല്ല. വ്യത്യസ്തമായ ആചാരങ്ങളും സംസ്കാരങ്ങളുമുള്ള സമൂഹങ്ങളുടെ അവരുടെ ആചാര സംസ്കാരങ്ങൾക്ക്, വിശ്വാസാചാരങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഭരണകൂടം ബാധ്യസ്ഥമാണ്. അവരുടെ ഏതഭിപ്രായക്കാരനായാലും അവന്റെ ജീവന് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഭരണകൂടം ബാധ്യസ്ഥനാണ്. ഞാൻ ഇവിടെ സുരക്ഷിതമാണ് എന്ന് തോന്നുമ്പോഴാണ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, നമ്മുടെ ധനം, നമ്മുടെ അഭിമാനം, നമ്മുടെ ജീവൻ ഇത് സുരക്ഷിതമാണ് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് മനുഷ്യന് സമാധാനമുണ്ടാകുന്നത്. സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ സ്വാതന്ത്ര്യത്തിന് അർത്ഥമുണ്ടാകൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം സമത്വം എന്നതാണ്. നിയമത്തിന്റെ മുമ്പിൽ സമത്വം, അവസരങ്ങളുടെ മുമ്പിൽ സമത്വം, എല്ലാ നിലക്കും മനുഷ്യരെന്ന നിലക്ക് സമത്വം. നമ്മുടെ രാജ്യത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും തലപ്പത്തുള്ള ആൾ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ അവിടെ മലീമസമായിരിക്കുന്നു, അദ്ദേഹം കീഴ്ജാതിക്കാരനായതുകൊണ്ട് അവിടെ മലീമസമായിരിക്കുന്നു എന്ന് കരുതിയിട്ട് അധികാരത്തിൽ പങ്കാളിത്തമുള്ള ഒരു വിഭാഗത്തിന്റെ ആളുകൾ അവിടെ ശുദ്ധികലശം നടത്തുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത് എന്ന് നിങ്ങൾ ഓർക്കണം. താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഒരുത്തൻ ഉന്നത വിദ്യാഭ്യാസത്തിന് പോയിട്ട് അവന് മുന്നോട്ട് പോകാൻ കഴിയാതെ പാതി വഴിയിൽ വെച്ച് ജീവിതം അവസാനിപ്പിച്ചതിന്റെ കഥയാണ് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം.
സമത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. വർഗങ്ങളിൽ, വ്യത്യസ്ത വർഗങ്ങളിൽ, വ്യത്യസ്ത കുടുംബങ്ങളിൽ, വ്യത്യസ്ത തറവാടുകളിൽ ആളുകൾ ജനിക്കും, ഒരു സംശയവുമില്ല. ഈ തറവാടും കുടുംബവും വംശാവലിയും ഒക്കെ മേൽവിലാസങ്ങളാണ് എന്നാണ് അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനെതിരെ പൊരുതാനല്ല, അത് പൊരുതിയിട്ട് അത് ഇല്ലാതാവൂല. അത് ഓരോരുത്തരുടെയും ഐഡന്റിറ്റിയാണ്. ആളുകളുടെ പേരിനോടൊപ്പം ചേർക്കപ്പെടുന്നതൊക്കെയും അവരുടെ മേൽവിലാസങ്ങൾ മാത്രമാണ്. ഇന്നാ ഖലഖ്നാകും യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ. സൂറത്തുൽ ഹുജറാത്തിൽ നമുക്ക് കാണാം, മനുഷ്യരെ, നിങ്ങളെ ഒരൊറ്റ ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു. നിങ്ങളെ വർഗങ്ങളും ഗോത്രങ്ങളുമാക്കി മാറ്റിയിട്ടുള്ളത് നിങ്ങൾക്ക് മേൽവിലാസമുണ്ടാവാനാണ്. ഇത് മേൽവിലാസം മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ പവിത്രത നൽകുന്ന ജാതീയ സംസ്കാരം വരികയും എന്നിട്ട് ആ ജാതീയ ശ്രേണികളുടെ താഴെ തട്ടിൽ നിൽക്കുന്നവർക്ക് മനുഷ്യന്റെ പരിഗണന നൽകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലുള്ള ഒരു സാമൂഹിക ക്രമത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കുറെ മാലിന്യങ്ങൾ നമ്മുടെ സമുദായത്തിനകത്തേക്ക് പോലും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു, ഉച്ചനീചത്വങ്ങളുടെ മറ്റു പല സാമ്പിളുകളായിട്ട് എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ്. മേൽവിലാസങ്ങൾ, ഞാൻ ആവർത്തിക്കുന്നു, മേൽവിലാസങ്ങൾ തിരിച്ചറിയപ്പെടാനുള്ളത് മാത്രമാണ്. മനുഷ്യന്റെ പവിത്രതയുടെ അടിസ്ഥാനം ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ആരാണ് പരിശുദ്ധൻ? അതാണ് ഇസ്ലാമിക സംസ്കാരത്തിന്റെ പ്രത്യേകത. ഈ സംസ്കാരത്തിൽ പടച്ച തമ്പുരാന് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ പടച്ചവനെ യജമാനനായി അംഗീകരിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കാൻ തീരുമാനിച്ച് ആ പ്രവാചകന്റെ ചര്യ പിന്തുടർന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാൾ തീരുമാനിച്ചാൽ അയാൾ ഏത് താഴ്ന്ന വർഗത്തിൽപ്പെട്ടവനാണെങ്കിലും അയാൾക്ക് ഇസ്ലാമിക സമൂഹത്തിൽ ഉന്നതമായ പദവിയുണ്ട്. അതേസമയം ഏത് വലിയ തറവാട്ടിൽ ജനിച്ചവനാണെങ്കിലും ഈ പടച്ചവനെ മനസ്സിലാക്കുകയും അവന് ജീവിതം സമർപ്പിക്കുകയും ചെയ്യാൻ സന്നദ്ധമല്ലെങ്കിൽ എത്ര വലിയ പണക്കാരനോ എത്ര വലിയ കോടീശ്വരനോ ആയാലും ആ മനുഷ്യന് ഈ സമൂഹത്തിൽ ഒരു വിലയുമില്ല. അങ്ങനെയാണ് ബിലാൽ ആദരിക്കപ്പെടുന്നതും ഇന്നും ജനഹൃദയങ്ങളിൽ ബിലാൽ ആദരിക്കപ്പെടുന്നതും. അബൂജഹല് എന്ന് പറയുന്ന എലൈറ്റ് മുസ്ലിം എലൈറ്റ് പീപ്പിൾസിൽപ്പെട്ടവൻ ആക്ഷേപിക്കപ്പെടുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമത്വം ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. ജാതീയ ശ്രേണികളുടെ വ്യത്യസ്ത തലങ്ങളിൽ മനുഷ്യരെ നിർത്തി വേട്ടയാടുന്ന ഒരു നാഗരികതക്ക് നമ്മുടെ ഈ സമത്വത്തിന്റെ വില മനസ്സിലാക്കാൻ കഴിയില്ല. ബിലാൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ, കറുകറുത്ത കാപ്പിരിയായ മനുഷ്യൻ, ഉന്നതരായ വെളുത്ത ചോര പൊടിയുന്ന പ്രകൃതമുള്ള ശരീരമുള്ള ആളുകളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ആ പ്രവാചക സമൂഹത്തിന്റെ ചരിത്രമുണ്ടല്ലോ, അത് ഏറ്റവും പ്രസക്തമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യർക്ക് സ്വാതന്ത്ര്യം അനുഭവപ്പെടണമെങ്കിൽ സമത്വം എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കാര്യം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ എണീറ്റ് തന്റെ ഇതേമാതിരി അനുയായികളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അസ്സംഉ വതഅ, ഇത് കേൾക്കി ഇരിക്കി എന്ന് പറയുമ്പോൾ കേൾക്കൂല ഇരിക്കൂല. എന്താ പ്രശ്നം? ഒരുത്തൻ പറയാണ് സദസ്സിൽ എണീറ്റ് നിന്നിട്ട് കേൾക്കുമില്ല ഇരിക്കൂല്ല. എന്താ പ്രശ്നം? അപ്പോ വെടിവെക്കല്ല. എന്താ പ്രശ്നം? പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ മാവേലി സപ്ലൈകോ വഴി, അന്നത്തെ സപ്ലൈകോ വഴി വിതരണം ചെയ്ത ഡ്രസ്സ് ഞങ്ങൾക്കൊക്കെ കിട്ടി, ഒന്നിനും തികയൂല. നിങ്ങൾക്ക് മാത്രം എങ്ങനെയായിരുന്നു? നിങ്ങൾ ഇത്രയും നീളമുള്ള 6 അടി നീളമുള്ള നിങ്ങൾക്ക് ഒരു കുപ്പായ അടിക്കാനുള്ള ഡ്രസ്സ് എവിടുന്നാ കിട്ടിയത്? അതറിയണം. എന്നിട്ടേ ബാക്കി വർത്താനുള്ളൂ. ഖലീഫയോടാണ്, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഖലീഫയോടാണ് ഈ പറയുന്നത്. ഉമറുൽ ഫാറൂഖിനെ പോലെ കാര്യങ്ങൾ തീരുമാനിച്ചാൽ അത് തീരുമാനത്തിൽ നിശ്ചയദാർഢ്യതയോടെ ഉറച്ചു നിൽക്കാൻ അത്രയും ആർജവം കാണിച്ച, ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത ഒരു വ്യക്തിത്വത്തിന്റെ മുമ്പിലാണ് ഒരു സാധാരണക്കാരൻ എണീറ്റിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ തുണി കിട്ടിയത് ഇത്രയും നീളത്തിൽ? ഉമറുൽ ഫാറൂഖ് അപ്പുറത്തിരിക്കുന്നുണ്ട് മകൻ അബ്ദുള്ളയോട് പറഞ്ഞു, അബ്ദുള്ള ഒന്ന് പറഞ്ഞു കൊടുക്കും. അബ്ദുള്ള പറഞ്ഞു, എല്ലാവർക്കും കിട്ടിയ പോലെ ഒരു കഷ്ണം ഉപ്പാക്കും കിട്ടി, വേറൊരു കഷ്ണം എനിക്കും കിട്ടി. എന്റതും കൂടി ഞാൻ ഉപ്പാക്ക് കൊടുത്തു, രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ഈ തഴുപ്പ അദ്ദേഹം ഡ്രസ്സ് തിന്നിയിട്ടുള്ളത്. അത്രേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾ കേൾക്കാം, അനുസരിക്കാം. നിയമത്തിന്റെ മുമ്പിലെ സമത്വം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഖലീഫ എന്ന് പറയുന്നത് എല്ലാവരുടെയും മേലെയുള്ള ഒരാളല്ല. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഖലീഫക്ക് ഒരു സാധാരണക്കാരന് ആരോട് മറുപടി പറഞ്ഞാൽ മതി?
നമ്മൾ സാധാരണക്കാർക്ക് റബ്ബിനോട് മറുപടി പറഞ്ഞാൽ മതി. ഖലീഫ റബ്ബിന്റെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും മറുപടി പറയേണ്ടവനാണ് എന്ന ഒരു പുതിയ സംസ്കാരം. അതാണ് സമത്വം എന്ന് പറയുന്നത്. അത് അവസര സമത്വമാണ്, നിയമത്തിന്റെ മുമ്പിലെ സമത്വമാണ്, മനുഷ്യർക്കിടയിലെ സമത്വമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ്. അവഗണിക്കപ്പെടുകയും പ്രാന്തവൽക്കരിക്കപ്പെടുകയും അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നവരെ കുറിച്ച് ഒരു വേള ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും സമത്വം എത്രമേൽ ഗൗരവപ്പെട്ടതാണ് എന്ന്. മൂന്നാമത്തെ കാര്യം നീതിയാണ്. നീതി. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. നിങ്ങൾ നീതിയുടെ വാഹകരായിക്കൊണ്ട് അള്ളാഹുവിനായി നിലകൊള്ളുക. ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്. രണ്ട് പ്രയോഗമുണ്ട് ഖുർആനിൽ. തിരിച്ച് ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ സാക്ഷികളായിട്ട് നീതിക്കായി നിലകൊള്ളുക, നീതിയുടെ സാക്ഷികളായിട്ട് അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ഗോത്രത്തിൽ ഒരു വിശ്വാസി സമൂഹത്തിൽപ്പെട്ട കഥ വിസ്തരിച്ച് നിങ്ങൾക്കറിയാം. ഞാൻ ഈ ചർച്ചയുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് കേവലം ഒന്ന് പരാമർശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു ഗോത്രത്തിലെ ഒരു സത്യവിശ്വാസി ഒരു ജൂതന്റെ ഒരു പടയങ്കി മോഷ്ടിച്ചു. ഒരു മനുഷ്യന്റെ പടയങ്കി മോഷ്ടിച്ചു. പടയങ്കി മോഷ്ടിച്ചിട്ട് പിടിക്കപ്പെടും എന്നറിഞ്ഞപ്പോ ഇത് തൽക്കാലം ഇതൊന്ന് വെക്ക്, ഞപ്പ വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടല്ലോ, ഈ ജൂതനെ ഇയാളെ ഏൽപ്പിച്ചു. സംഭവവശാൽ തൊണ്ടി മുതൽ അപ്പൊ ജൂതന്റെ കയ്യിലാണ്. ജൂതൻ തൊണ്ടി മുതൽ സഹിതം പിടിക്കപ്പെട്ടു. ഇത് ചർച്ചയായി. ജൂതൻ ആണയിട്ട് പറഞ്ഞു, ഞാനല്ല, ഇന്ന ആളാണ് ഇത് എന്നെ ഏൽപ്പിച്ചത്, ഞാൻ അദ്ദേഹത്തോടുള്ള ഒരു വിശ്വാസത്തിൽ ആണ് ഇത് വാങ്ങിയത്, അല്ലാതെ ഞാൻ എടുത്തതല്ല, എനിക്ക് ഇതിന്റെ വേറൊന്നും അറിയില്ല എന്ന് അയാൾ ആണയിട്ട് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കേസെത്തിയപ്പോ ഈ വിശ്വാസികളായ ആളുകൾ ചോദിച്ചു, ഈ ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ച് നിങ്ങളുടെ ഒപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഞങ്ങളെ വിശ്വസിക്കാതെ ആ ജൂതനെ ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കണത്? ഇങ്ങനെ കൂടെ ചോദിക്കുമ്പോൾ നമ്മൾ സമ്മർദ്ദത്തിലായി പോവല്ലോ. ഒരു വേള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും വിചാരിച്ചു ഈ ജൂതൻ ആണ് കുറ്റവാളി. ജൂതൻ കട്ടാൽ ജൂതൻ എന്താണോ അതിന്റെ ശിക്ഷ, അതിന് തുല്യമായ ശിക്ഷ നടപ്പാക്കുന്നതിലേക്ക് പോകാവുന്ന രീതിയിൽ ചർച്ച വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടപെടുന്നത് റബ്ബാണ്. ശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കാണാം 10ഓളം ആയത്തുകളാണ്. ജൂതന് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ആ ജൂതന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടി 10ഓളം വചനങ്ങൾ പടച്ച തമ്പുരാൻ പ്രവാചകനെയും വിശ്വാസികളെയും വരെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് അവതരിപ്പിച്ചെങ്കിൽ നീതി ഓലോ അല അംഫുസിക്കും, നിങ്ങൾക്കെതിരാണെങ്കിലും അവിൽ അഖ്റബി, നിങ്ങളുടെ ബന്ധുജനങ്ങൾക്ക് എതിരായാലും നീതി ആർക്കെതിരാകുന്നോ എന്നല്ല, നീതിയുടെ പക്ഷത്ത് നിലകൊള്ളണം. ഇദാ ഖുൽതും ഫഅദിലു, സംസാരിക്കുമ്പോ നീതി പാലിക്കണം, പെരുമാറുമ്പോ നീതി പാലിക്കണം, വീതം വെക്കുമ്പോ നീതി പാലിക്കണം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മക്കൾക്കിടയിൽ വല്ല ഗിഫ്റ്റും കൊടുക്കുമ്പോ ഒരാൾക്ക് മാത്രം കൊടുക്കരുത്, മക്കൾക്കിടയിൽ നീതി പാലിക്കണം എന്ന് വരെ പഠിപ്പിക്കപ്പെട്ടു. നീതി, അപ്പൊ സമാധാനം, സമത്വം, നീതി, ഈ മൂന്നാശയങ്ങൾക്കും മേൽക്കൈ കിട്ടാത്ത ഒരു സാമൂഹിക ക്രമത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വെറും ഒരു അർത്ഥമില്ലാത്ത പ്രയോഗം മാത്രമായിരിക്കും എന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് കൂടുതൽ ആശയപരമായി ഉള്ളടക്കമില്ലാത്ത ഈ സമൂഹത്തെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, യഥാർത്ഥ സമത്വത്തെക്കുറിച്ച്, യഥാർത്ഥ നീതിയെക്കുറിച്ച്, മനുഷ്യന്റെ മനസ്സിനും മനുഷ്യന് സമാധാനം കിട്ടുന്ന ശരിയായ വഴിയെ സംബന്ധിച്ച് ആശയപരമായി പ്രചരിപ്പിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് സത്യവിശ്വാസികൾ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം അവന് പൂർണ്ണമായി സമർപ്പിക്കാനും ആ ജീവിതത്തിലൂടെ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന ദീനിനെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനും അങ്ങനെ വിമോചനത്തിന്റെയും സമാധാനത്തിന്റെയും ശരിയായ വഴിയിലേക്ക് അവരെ ക്ഷണിക്കാനുമുള്ള ബാധ്യത ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുവാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പലതരത്തിലുള്ള ദുരന്തങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അഭിമുഖീകരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സഹപ്രവർത്തകർ. റഹ്മാനായ റബ്ബേ, അവർക്കൊക്കെ നീ കാവൽ നൽകണേ അല്ലാഹ്. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, ഗുരുതരമായ മറ്റ് പ്രയാസങ്ങളിൽ നിന്ന്, ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ വിഷമങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഈ നാടിനെയും ഇതിലെ ജനതയെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്.
നിനക്ക് വഴിപ്പെട്ട് നിന്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കി സന്മാർഗത്തിലൂടെ ജീവിതം നയിക്കുന്ന നല്ല ഒരു സമൂഹത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് പല ആളുകളെ നീ തിരിച്ചു വിളിച്ചു. ഓരോ ആഴ്ചയിലും ആളുകൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. റഹ്മാനായ റബ്ബേ, അവരോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. അവരുടെ ബർസഖിയായ ജീവിതം സ്വർഗീയമാക്കണേ നാഥ. അവരുടെ അമലുകൾ സ്വീകരിക്കണേ റബ്ബേ. അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ആ കൂട്ടത്തിൽ ഞങ്ങളുടെ പ്രിയ മാതാക്കളുണ്ട്, പിതാക്കളുണ്ട്, ഞങ്ങളുടെ ഇണകളുണ്ട്, പ്രിയ മക്കളുണ്ട്, ഞങ്ങളോട് നന്മയിൽ സഹവർത്തിച്ചിരുന്നവരുണ്ട്, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരെ പറ്റിയും ഞങ്ങളെക്കാളേറെ നിനക്കറിയാം റബ്ബേ. നീ അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين والمؤمنات واستغفروه إنه هو الغفور الرحيم.